ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു ലോകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 5 മിനിറ്റ്സ് റെസിപ്പിയാണ് കേട്ടോ. പ്രായഭേദ്യമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ന്യൂട്ടല്ല കൂട്ടി നമുക്ക് ബ്രെഡൊക്കെ കഴിക്കാനും ചപ്പാത്തി കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ന്യൂട്ടല്ല ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെ ഒന്നും തന്നെ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ കാലം കേടുകൂടാതെ കിട്ടുകയും ചെയ്യും. സിമ്പിളായിട്ട് 5 മിനിറ്റും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ന്യൂട്ടല്ലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇതുവരെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ബട്ടൺ ഇല്ലേ, ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് വീഡിയോ ഇടുമ്പോഴും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. റേഷനായിട്ട് കിട്ടുന്ന കറിക്കടല വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, ധാരാളമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കളയുന്ന പതിവൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കളയണ്ട, നമുക്കിതുപോലെ ന്യൂട്ടല്ല ധാരാളം ഉണ്ടാക്കി വയ്ക്കാം. അതിനുവേണ്ടി നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം. കഴുകിയ ശേഷം ഇത് തുടച്ചെടുക്കാം കേട്ടോ. ഒത്തിരി നേരം വെള്ളത്തിലിടുകയൊന്നും വേണ്ട. ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ആ ചെളി പോയി കഴിയുമ്പോൾ അതൊന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കപ്പലണ്ടിയൊക്കെ വറുക്കുന്നത് പോലെ തന്നെ ഈ കടല നല്ലതുപോലെ വറുത്തെടുക്കാം. ശരിക്കും ആ ഒരു പൊടിച്ച് നല്ല പൊടിയാകാനുള്ള പാകം, ആ ഒരു പാകത്തിനാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാലും അതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു തൊലി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. തൊലി കരിയാതെ നമുക്കിത് നല്ലതുപോലെ ഇളക്കി വറുത്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു തൊലിയുടെ കളറെല്ലാം മാറി ഇപ്പോൾ നല്ലതുപോലെ വറുത്ത് വരും. ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമുക്ക് എക്സ്ട്രാ ഉപ്പ് ഇട്ടിട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് കടലയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോയുടെയാണ് ഒരു പാക്കറ്റ്. അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ടി വരില്ല, ആവശ്യം ഉള്ളതുപോലെ നിങ്ങൾ എടുത്താൽ മതി. വേണമെങ്കിൽ പകുതി വറുത്തെടുത്ത് വെച്ചാൽ മതി, പകുതി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അതായത് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ചൂട് ആറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഏകദേശം 1/2 കിലോയുടെ ഈ ഇതും കൊണ്ട് നമുക്കൊരു 2 കുപ്പി നിറയെ ന്യൂട്ടല്ല ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ പിന്നെ എക്സ്ട്രാ കരുതേണ്ടത് സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. വെളിച്ചെണ്ണ ഒട്ടും പറ്റില്ല കേട്ടോ, ഈ ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ പറ്റില്ല. അതൊഴിച്ച് റിഫൈൻഡ് ഓയിൽസ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ കടല നല്ലപോലെ വറുത്തെടുത്ത ഈ ഒരു കടല നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞില്ലെങ്കിൽ 1-2 പ്രാവശ്യം ഒന്നും കൂടെ നല്ലപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ 2 മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ, അതിന് വേണ്ടിയാണ്. ഇതുപോലെ നല്ലപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇനി 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊക്കോ പൗഡർ അധികം ആവണ്ട കേട്ടോ, അധികമായിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രുചി വരും. അപ്പോൾ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് അടിച്ചെടുക്കാം നമുക്ക്. നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കൊക്കോ പൗഡർ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതും നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽസ് വേറെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഇത്രയും പോരാ കേട്ടോ, നമുക്ക് നല്ല ന്യൂട്ടല്ലയുടെ അതേ ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടത്, ഇപ്പോൾ ഇതാണ് ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ നല്ലതുപോലെ പേസ്റ്റ് രൂപേണ കിട്ടുവാണെങ്കിലാണ് നമുക്ക് സ്പൂണും കൊണ്ടൊക്കെ കോരിയെടുക്കാനായിട്ട് നല്ലത്. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അടിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെ നല്ല കറക്റ്റ് ന്യൂട്ടല്ലയുടെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ലൂസായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അത്രയും സൺഫ്ലവർ ഓയിൽ ചേർക്കണ്ട. സൺഫ്ലവർ ഓയിൽ കൂടുതൽ ചേർക്കും തോറും നമുക്ക് ഇതുപോലെ നല്ല പേസ്റ്റായിട്ടുള്ളത് കിട്ടും. അതുപോലെ മധുരമൊക്കെ എക്സ്ട്രാ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഞാൻ ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂട്ടല്ല റെഡി ആയി കഴിഞ്ഞു. വീട്ടിലുണ്ടാക്കിയ ന്യൂട്ടല്ല ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കുട്ടികൾക്ക് കൊടുക്കാം. അതുമാത്രമല്ല ഈ കടല കളയുകയും വേണ്ട. കുറേയൊക്കെ കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ബാലൻസ് വരൂലേ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ന്യൂട്ടല്ല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ വെക്കേഷന് നല്ലതുപോലെ വയറ് നിറയെ ഗോതമ്പ് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന സൂപ്പർ ന്യൂട്ടല്ലയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ താഴെ. പിന്നെ ന്യൂട്ടല്ല ഉണ്ടാക്കിയതിന്
തണുത്തതിന് ശേഷം പുറത്ത് അധിക സമയം വെക്കാതിരിക്കാൻ നല്ലത്. എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആവശ്യാനുസരണം സെർവ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം. എത്ര സിമ്പിളാണ് ന്യൂട്ടെല്ല ഉണ്ടാക്കാമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിലുള്ള കടല വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിള്ളേർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും, വയറ് നിറയെ കഴിക്കുകയും ചെയ്യാം. ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇപ്പോൾ കെമിക്കൽസോ ഒന്നും തന്നെ അതിനകത്ത് ചേർക്കുന്നില്ല. അതുകൊണ്ട് എന്തുമാത്രം വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ, റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടുപുറത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. പിന്നെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. വീണ്ടും നല്ല സൂപ്പർ റെസിപ്പീസും നല്ല കിടിലൻ വീഡിയോസും ആയിട്ട് നമുക്ക് കാണാം. അതായിരിക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.